നമ്മുടെ ചിക്കു വഴക്കൂടിയിരിക്കുകയാണ്. എന്തിനാണ് ചിക്കു വഴക്കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കു എന്തോ സാധനം അവിടെ നിന്ന് തപ്പിയെടുക്കാൻ നോക്കി. പക്ഷെ അത് കണ്ടില്ല. മമ്മിയോടത് പറഞ്ഞു. മമ്മിക്കിട്ട് മനസ്സിലായില്ല. എടുക്കാനൊന്നും വല്ല ഐഡിയ ഉണ്ടോ വേലി? അവള് ദേഷ്യപ്പെട്ടോ? അത് നമ്മുടെ റെയിലിന് പനിയാണ്, മമ്മിക്ക് പനിയാണ്. മമ്മി റെയിലിനും പനി പിടിച്ച് അങ്ങനെ വിറച്ച് കുത്തിയിരിക്കുകയാണ്. റെയിലിന് പനി ഒന്ന് പറഞ്ഞപ്പോഴേക്കും റെയിലിന് പനി വിട്ട് കഴിഞ്ഞതിൻ്റെ ആ ഒരു ആഘോഷത്തിലാണ് റെയില്. അരമണിക്കൂർ വീണ്ടും പനിക്കും. അപ്പോൾ റെയിൽ വീണ്ടും പോസിറ്റീവ് ആയിട്ട് കിടക്കും. ചിക്കു പനി വരുത്താനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ആ കിട്ടിയില്ല ഇതുവരെ. അയ്യോ ചിക്കുന്റെ മുഖത്തുള്ളില്ല കേട്ടോ. ആ ചിക്കു എറിയല്ലേ അങ്ങനെ. ചിക്കു എന്നൊക്കെ അതിനകത്ത് വാരിയിട്ടേക്കുന്നേ? എന്തിന്റെയോ ചാർജറാണല്ലോ. ആ സ്കൂട്ടറിന്റെ, ഓ മോട്ടോർ സൈക്കിളിന്റെ ചാർജറാണല്ലേ. ഓക്കെ ഓക്കെ. ആ അതതിനകത്ത് ഇട്ടാ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടുപിടിക്കത്തില്ല. ചിക്കു എന്നാ തപ്പുന്നേ? ചിക്കു ആ റെയിലിന്റെ ബേബിയുടെ ഡ്രസ്സ് കാണാൻ പോയായിരുന്നു. ഇപ്പൊ കണ്ടു കിട്ടി. ആ ഉണങ്ങാൻ വെച്ചേക്കുവായിരുന്നല്ലേ. ഓക്കേ. ചിക്കു ചിക്കു അയ്യോ അതെങ്ങനെ കൊച്ചിരുന്ന് ചിക്കുന്റെ കുറച്ച് ടോയ്സ് നമ്മള് പാക്ക് ചെയ്ത് ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. എല്ലാം കൂടെ വാരി ഇങ്ങനെ ഇടും. എന്നിട്ടൊന്നും കളിക്കത്തില്ല. അപ്പൊ കുറച്ച് ടോയ്സ് നമ്മള് കൊടുത്തിട്ടുണ്ട്. അതിനത് കണ്ണെഴുതണെന്നാണോ പറഞ്ഞേ? ഓക്കെ. കളർ പെൻസിൽ എടുത്ത് ചിക്കു കാണിച്ചു തന്നു എന്നെ കണ്ണെഴുതുന്നത്. കണ്ണെഴുതി തരാം കേട്ടോ. നാളെ കുളിച്ചിട്ട് കണ്ണെഴുതാ. ഇനി ഇന്നിപ്പോ രാത്രിയായില്ലേ? കണ്ണട കയറ്റി വെച്ചേടാ. അയ്യോ അത് കളർ പെൻസിലാ. എടുത്തു നോക്കി. അതെ റെയില് പല്ല് പറിച്ച് കഴിഞ്ഞപ്പോ റെയിലിന് ഗിഫ്റ്റ് കൊടുത്ത ടോയ് ആണത്. അയ്യോ പല്ല് ഇതുവരെ വന്നിട്ടുമില്ല. ഇപ്പൊ ഡോക്ടറിനെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ആ പല്ലവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അരിമണി കടിച്ചു നോക്കാം, അന്നേരം പല്ല് വരുമെന്ന് പറഞ്ഞു. ഇതുവരെ അരിമണി കടിച്ചിട്ടില്ല റെയിലിൽ. ചിക്കു തപ്പി വന്നേക്കുവാണ്. എന്നേക്കും മമ്മിയുടെ വന്ന ഇതാണോ? എന്റെ അമ്മ പ്ലീസ് വേണ്ട. ഓ ഗുഡാണോ? അത് എടുത്തു വെച്ചേ. മറ്റേ ആ സാധനം ഡാഡി അത് പാക്ക് ചെയ്ത് വെച്ചപ്പം ഒരു റിങ് എടുത്തു വെച്ചു. റെയിലിന് ചിക്കൂരൊരു വലിയ ബട്ടർഫ്ലൈ ഉണ്ട്. അതിന്റെ ഒരു റിങ്ങാണത്. അയ്യോ ഫ്രിഡ്ജിന്റെ പറഞ്ഞു വീഴും കണ്ടോ. അങ്ങനെ ഓരേ ചിക്കു കളർ ചെയ്യാൻ പോവാൻ തോന്നുന്നു അല്ലേ? വേണ്ട വേണ്ട, അത് കളർ പെൻസിലാ. ചിക്കു ചുമ്മാ കാണിക്കുന്നേ ഉള്ളു. പിന്നെ അടിപൊളി. റെയിലിൽ പനി പിടിച്ച ആകെ മടുത്തിരിക്കുവാണ്. പിന്നെ റെയിലിനെ ഇപ്പൊ ചെറുതായിട്ടൊന്ന് തല പൊങ്ങിയതാ. വേണ്ട റെയിൽ ചിക്കു ഇതെല്ലാം എടുത്ത് തിരിച്ചു വെക്കണം കേട്ടോ. മമ്മിക്ക് പനിയാ, മമ്മിക്ക് പറ്റത്തില്ല അതൊന്നും. ഇനി വീണ്ടും പണിയാ കേട്ടല്ലോ. ആ ചിക്കു ഓരോന്നെടുത്ത് അവിടെ ഇവിടെയൊക്കെ തുണി ഇടുവാണ്. ചിക്കു അത് കളർ ബുക്ക് അല്ല, അത് സ്റ്റോറി ബുക്കാ. കംതണ്ട കംതണ്ട വേണ്ട, കംതണ്ട വേണ്ട, നോ കമ്മത്തണ്ട. നോ ഡാഡി വരുമ്പോ തല്ലി വരും. മമ്മിക്ക് പറ്റത്തില്ല വാരി ഇടാനായിട്ട്. മമ്മിക്ക് പനിയാ. ചിക്കു തന്നെ ഇട്ട് വാരി എടുത്ത് വെച്ച് തീർക്കത്തുമില്ല. കുഞ്ഞെ ചിക്കും പനിയാ. പിന്നെ ഡാഡി തന്നെ വന്ന് കഷ്ടപ്പെടണം. പറ്റത്തില്ല. ഡാഡി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഡാഡിക്ക് ഇനി അതിന്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല.
ഇതൊക്കെ വലിയ കഷ്ടപ്പാടുള്ള പണിയല്ലേ റെയിലിനെ ടോയ്സ് അടുക്കി പറക്കി വെക്കല്. ആ യാ യാ ആ ഓ റെയിലിന് ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു മേക്കപ്പ് ബോക്സ്. ആ ഇനി നമുക്ക് കുത്തിട്ടേക്കല്ലേ. നാളെ 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 കുളിച്ചിട്ട് കേട്ടോ. അതിനേക്കൂ പെൻസിൽ. ചിക്കു മേത്ത് വരയ്ക്കരുത്, മേത്ത് വരയ്ക്കരുത്. നോ നോ. കുളിച്ച് സുന്ദരിയായത്. ഇനി നാളെ രാവിലെ തേക്കാം. ഇനി പറ്റത്തില്ല കേട്ടോ. മേത്ത് അതൊന്നും തേക്കരുത്. കിടക്കാൻ പോവും നമ്മള്. ഒരുപാട് ടി വി വെച്ചിട്ടുണ്ട്, പക്ഷെ ടി വി കാണുന്നില്ല. രണ്ടുപേരും ഭയങ്കര തകർത്ത് മേക്കപ്പ് പരിപാടിയിലാണ്. കയ്യേല മേക്കപ്പ് ചെയ്യുന്നത്. മുഖത്ത് തേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കയ്യേലാണ് മേക്കപ്പ് ചെയ്യുന്നത്. മുഖത്ത് തേക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ കയ്യേലാണെങ്കിൽ നമുക്ക് കൈ ഒന്ന് കഴുകി കളഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് കയ്യേലാണ് മേക്കപ്പ്. ടി വി ഓഫ് ചെയ്തേക്കട്ടെ. ടി വി വെക്കണോ? ഓ ഇതിനെ ഇത്രയും നോക്കി പിടിപ്പിക്കണായിരുന്നോ? രണ്ടുപേരും മുഖത്ത് തേക്കരുത് കേട്ടോ. നോ 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 നോ. റെയിലിന് ചിക്കു തേച്ചിട്ടില്ല. ആ തേക്കരുത് കേട്ടോ മുഖത്ത്. കണ്ണട കെട്ടി വെച്ച മോനെ. റെയിലിന്റെ കണ്ണട വെച്ച് ലൂസായി പോയി. ചിക്കു മുഖത്ത് തേക്കരുത് കേട്ടോ. നമ്മൾ രാത്രിയായി കിടന്നുറങ്ങാൻ പോവാ. ഇനി മുഖത്ത് അതൊന്നും തേക്കല്ലേ. ആ അയ്യോ കയ്യിൽ അവിടെ എല്ലായിടത്തും തേക്കല്ലേ. താഴെ മാത്രം കുഞ്ഞിച്ച് വെച്ചതിന് കണ്ടുണ്ടാവും. കള്ളി ചിക്കു. ചിക്കൂര് എല്ലാം കൂടെ കളർ ചെയ്ത് ലൈറ്റ് ഇടാതിരുന്നായിരുന്നു അത്ര നേരം കളർ ചെയ്തത്. അങ്ങനെ കളർ ചെയ്ത് ചിക്കൂന്റെ കണ്ണിൽ പെൻസിലെ പതുക്കി ഒന്ന് കുത്തിയിട്ടൊന്ന് ടച്ച് ചെയ്ത് ചിക്കൂന്റെ കണ്ണിനകത്ത് പറ്റിയല്ലേ. മമ്മി ഊതിയിട്ട് കുറഞ്ഞില്ലേ? നീ ടച്ച് ചെയ്യില്ലേ? നോ 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 നോ. നീ തൊടല്ലേ. കൊഴപ്പില്ല, ഇനി തൊടണ്ട. തൊട്ട് കഴിയുമ്പോ കൂടും. വീണ്ടും വരുന്നു. തൊടല്ലേ. ഇനി പെൻസിൽ മാറ്റി പിടിക്കുക. മമ്മി പറഞ്ഞാലേ ശ്രദ്ധിക്കണമെന്ന്. ഇവിടെ വന്നിരിക്കുമ്പോ എങ്ങോട്ടാ പോണേ? മമ്മി റെയിലിനോട് പറഞ്ഞിട്ടില്ലേ എല്ലാ ലൈറ്റും ഇട്ടിട്ടിരുന്ന് കളർ ചെയ്താ മതിയെന്ന്. ഓ ഒരു ഇലക്ട്രിസിറ്റി സേവർ. മമ്മി പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഇത്രയും നേരം ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് ലൈറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ 6 ലൈറ്റ് കത്തും. ഇവിടെ തന്നെ 4 പിന്നെ അപ്പുറത്താണ്. അപ്പൊ ആ സൈഡില് കിച്ചന്റെ സൈഡിലുള്ള 2 മാത്രമേ ഞങ്ങൾ ഇടാറുള്ളൂ. അപ്പൊ ഒരു ലൈറ്റ് വെട്ടം മതിയല്ലോ ഇങ്ങോട്ടെന്ന് കരുതി. പക്ഷെ കളർ ചെയ്യുമ്പോൾ പിള്ളേർക്ക് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോഴൊക്കെ നമ്മൾ ഫുൾ ലൈറ്റ് ഇടും. പക്ഷേ പിള്ളേരത് ഇട്ടില്ല. കളർ ചെയ്യുമെന്ന് മനസ്സിലായില്ല. ഇവര് മേക്കപ്പ് ചെയ്യുവാണല്ലോ എന്ന് കരുതി ഞാൻ കണ്ണിലും കൊണ്ട കുത്തി. സാരമില്ല, തുടക്കില്ലേ. എപ്പോഴും അതിന് തൊടല്ലേ. ആ എടുത്തു വെച്ചോ പെൻസിൽ. എന്നിട്ട് ആ മമ്മി ഒന്നോട് ഊതി തന്നോ? കണ്ണിന്റെ അങ്ങോട്ട് വാ. ശരിയായിട്ടോ. എന്തോ ആ ജമ്പിങ് ആണോ? ആണ്ടേ ഇത് ഇതിന് മേക്കപ്പ് ചെയ്തു എന്നല്ല പറയണേ. ഇത് വേറെന്തോ ആക്കി വെച്ചേക്കുക. മേക്കപ്പ് ചെയ്ത് ഇത് എന്നാ മേക്കപ്പാ ചെയ്തത്? അച്ചോ
ചിക്കുവിന്റെ കൈ മുഖമൊക്കെ തുടച്ചിട്ട് ടിഷ്യൂ കളയാൻ പോണെയാണ്. ചിക്കു എന്റെ മൂക്ക് പൊത്തിപ്പോകുവേ. കൊണ്ട് കളഞ്ഞില്ലേ? ആ പിന്നെ അച്ചോ ആ ഡാഡി കല്ലുവിട്ടാ അതൊക്കെ എടുത്ത് താഴെ ഇട്ടാ. അമ്പ അമ്പ വരും അമ്പ. ആ ഓരോ സ്പീക്കർ അത്രയും ടിവിയിലേക്ക് ചേർത്ത് വെച്ചാൽ റിമോട്ട് ഞെക്കിയ ഞെങ്ങില്ല. ഇച്ചിരി ഫ്രണ്ടിലേക്ക് കയറ്റിയേക്കുമ്പോ ഇത് തവളക്കുഞ്ഞു. ചിക്കുവിന് ജമ്പിങ് അറിയില്ല. നമുക്ക് കുളങ്കര കളിച്ചാലോ? കുളങ്കര കളിക്കാ? വേണ്ട വേണ്ട, കുളങ്കര കളിക്കണ്ട, റെയിലിന് പനിയാ. വേണ്ട വേണ്ട, ഞങ്ങള് കുളങ്കര കളിക്കുന്നത് മാറ്റ് ഫ്ലോർ അങ്ങനെയാണ്. അപ്പൊ കുളങ്കര എന്നുള്ളതിന് ഒരു മാറ്റ് ഫ്ലോർ എന്ന് കളിക്കാം. ഫ്ലോർ മാറ്റ് മാറ്റ് അങ്ങനെ ഞങ്ങൾ ഇവിടെ കുളങ്കര കളിക്കാറുണ്ട്. ഇപ്പൊ റെയിലിനാണ് എപ്പോഴും തെറ്റിക്കുന്ന ആള്. ചിക്കുവിങ്ങനെ തുള്ളി തുള്ളി നടന്നോളൂ. ഡാഡി തെറ്റിക്കും അല്ലേ റെയിലിനെ? എന്നെ ഇങ്ങോ തണുക്കണ്ടോ? ജാക്കറ്റ് എടുത്തിട്ട് ചിക്കു എല്ലാം ഊരി കഴിഞ്ഞിട്ട് എടുക്കും. ഒരു തണുപ്പില്ലെന്ന് പറഞ്ഞ ചിലരെ ഹീറ്റർ ഇട്ട് കഴിഞ്ഞാൽ ചിക്കു എല്ലാം കൂടി വരും. ആ ഈ കിടക്കണ ജാക്കറ്റ് ജാക്കറ്റ് ഇട. മമ്മി ഹെൽപ്പ് ചെയ്തേ? കുഞ്ഞേച്ചി ഹെൽപ്പ് ചെയ്താക്കിയോ? ഓ കുഞ്ഞേച്ചിയുടെ കുഞ്ഞുവാവ. അത് റെയിലിന്റെ പഴയ ജാക്കറ്റാണ്. റെയിലിന്റെ ഭാഗം രണ്ടായി ചിക്കുവിന് കൊടുത്തു. റെയിലിന്റെ പഴയതെന്ന് പറഞ്ഞാൽ റെയിലിന്റെ 3 വയസ്സിലെ ജാക്കറ്റാണ്. അപ്പൊ അതിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. റോങ് ആണ് ഇട്ടേക്കുന്നത്. അയ്യോ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു വന്നിട്ട്. ആ കറക്റ്റ് ഇട്ടേക്കുന്ന ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. അതിന്റെ തൊപ്പി പുറകിലേക്ക് പോയേ. കെട്ടിക്കൊടുക്കടേ. ആ വള്ളി കെട്ടണ്ട, ഒക്കെ ടൈറ്റായി പോവും. വേണ്ട, പിന്നെ അത് അടിക്കാൻ പാട് വരുമെന്നേ. റെയിൽ കണ്ട് കുഞ്ഞായിരുന്നപ്പോ പെപ്പാപ്പിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പെപ്പാപ്പിക്കിന്റെ ജാക്കറ്റ് തന്നെ പോയി വാങ്ങിച്ചാണ് ഞങ്ങള്. അയ്യോ ഞാൻ എങ്ങനെയാ അവള് നടക്കുന്നേ? ഇങ്ങനെയാണോ ഇട്ട് കൊടുക്കുന്നേ? ചിക്കു ഉണ്ടായപ്പോ തൊട്ട് ഞങ്ങൾ ഈ ജാക്കറ്റാണ് ചിക്കുവിനെ ഇടിക്കണേ. ചിക്കുവിന് വേറെ ഒന്നും മേടിച്ചൊന്നുമില്ല ഞങ്ങള്. വേറെ ഉണ്ട്, അങ്ങനെയല്ല. ചിക്കു ഉണ്ടായപ്പോ തൊട്ട് ചിക്കുവിന് പൊതിഞ്ഞെടുത്ത് കൊണ്ട് നടക്കുന്ന ഞങ്ങൾ ഈ ജാക്കറ്റിലായിരുന്നു. അപ്പൊ ചിക്കു ഉണ്ടായപ്പോ ഈ ജാക്കറ്റിൽ തപ്പി കണ്ടുപിടിക്കണമായിരുന്നു. വലിയ ജാക്കറ്റായിരുന്നു. ചിക്കുവിന് ഇനിയും ഒരു കൊല്ലം കൂടെ ഇടാതെ. ചിക്കു തണുപ്പ് മാറിയോ? ഓ ഇനി കളർ ചെയ്തോ കേട്ടോ. രാത്രി 9 മണിയായി. നമ്മുടെ വെയിലിൽ പെയിന്റ് ചെയ്തതിനകത്ത് എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പം ഞാനൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വെയിൽ പെയിന്റ് ചെയ്ത ഒരു പെയിന്റിങ് ആണ് ഈ ഇരിക്കുന്നത്. ഒരു ലീഫിൻ്റെ ഇത്. 9 മണിയായി, രാത്രി 9 മണിയായി സമയം. എന്താ ഉരുളെ തണുക്കും. ഹീറ്റർ ഇട്ടിട്ടില്ല, തണുക്കും. കുഞ്ഞേച്ചി ജാക്കറ്റ് ഇട്ടിരിക്കുന്നുണ്ടോ? മമ്മി കെട്ടിത്തരാമോ? മമ്മി കറക്റ്റ് ആക്കി തരാം. കൊച്ചു തന്നെ കറക്റ്റ് ആക്കുവോ? ഉണ്ടോ? മമ്മി കറക്റ്റ് ആക്കി തരാം. കറക്റ്റ് ആയോ? അത് മതിയോ? തണുക്കും. മമ്മി മമ്മി കറക്റ്റ് ആക്കാന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ?
മമ്മി കറക്റ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, ചിക്കുമല്ലേ ഇത്? ടു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ച? ഇങ്ങനെ കേട്ടോ, അഴിച്ചിടണോ? എങ്ങനെ അഴിച്ചിട്ടോ? കമ്മ കോൾസിൽ മേടിക്കണോ? മേടിക്കാം. ചിക്കു മമ്മിയുടെ അടുത്തൊന്ന് ഒട്ടി നിന്ന് പനി പിടിക്കും കേട്ടോ. അധികം ഒട്ടണ്ട. ചിക്കു കുഞ്ഞിഷു കേട്ടോ. കാല് മാറിപ്പോയല്ലോ. എല്ലാത്തിനും കുഞ്ഞേച്ചിയുടെ ഹെൽപ്പാണ് ചിക്കുവിന് വേണ്ടത്. എല്ലാത്തിനും കുഞ്ഞേച്ചിയുടെ അടുത്ത് പോയിരിക്കും. കുഞ്ഞേച്ചി ചെയ്ത് തന്നാൽ മതി. കുഞ്ഞേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കുവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അല്ലേ കുഞ്ഞേച്ചി? കുഞ്ഞേച്ചി ചെയ്ത് കൊടുക്കണം ചിക്കുവിന്. ചിക്കുവിനും അങ്ങനെ തന്നെ. ചിക്കുവിനെല്ലാം കുഞ്ഞേച്ചി ചെയ്ത് കൊടുക്കണം. അല്ലേ ചിക്കു? ഒന്നും മമ്മി ചെയ്യണ്ട, എല്ലാം കുഞ്ഞേച്ചിയുടെ കുഞ്ഞാവയാണ്. അതെ, കൊച്ചാണ് ആദ്യം കണ്ടത്. കൊച്ചു ഓർക്കുണ്ടോ അതൊക്കെ? മമ്മീനെയും കൊണ്ട് ഡാഡി പതുക്കെ വീൽ ചെയർ വരുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം, അത് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞില്ല മമ്മ പറഞ്ഞ നടന്നു വന്നത്. അല്ലാതെ പോയി കണ്ടപ്പോ മമ്മി ഉണ്ടായിരുന്നില്ല. മമ്മി റിക്കവറിയിലായിരുന്നു. അല്ലേ? മോനും ഡാഡി തന്നെയല്ലേ ആദ്യം പോയി കണ്ടേ? യെസ്. ചിക്കുനെ ആദ്യം കണ്ടത് കുഞ്ഞേച്ചിയാണ് അല്ലേ? കുറച്ച് ഓർക്കണ്ടോ? ദേവി ചിക്കു ഓർക്കണ്ടോ? ആദ്യം റെയിലിന്റെ കയ്യിലെ കിട്ടിയത്, റെയിലിനാ കണ്ടത്. റെയിലിന് ഭയങ്കര അവകാശങ്ങളൊക്കെയാണ്. റെയിലും ചിക്കു പൂച്ച കളിക്കുകയാണ് അല്ലേ? പൂച്ച. കണ്ണട ചേച്ചി ചേച്ചി അച്ഛേ. ഓ വേണ്ട വേണ്ട. കമ്മയുണ്ട് കേട്ടോ. കമ്മാന്ന് പറയുന്ന ചിക്കുവാണ് കമ്മാന്ന് പേരിട്ടത്. കമ്മാന്ന് പറയുന്നത് എന്നാ റെയിലിനെ? മക്ഡൊണാൾഡ്, KFC രണ്ടിനും ചിക്കു കമ്മാന്നാണ് പറയുന്നത്. ചിക്കുന് KFC എന്ന് പറയാൻ അറിയില്ല, ചിക്കു കമ്മാന്നാണ് പറയുന്നത്. ചിക്കു മുട്ടയ്ക്ക് എന്നാണ് പറയണേ? തൊമ്മ അല്ലെ? ചിക്കു മുട്ട വേണോ? എന്നാ വേണ്ടേ? തൊമ്മ. ഓ, ഇത് അത്രയും പറയാൻ പാടായതുകൊണ്ടല്ലേ KFC ഷോർട്ട് ആക്കി ഇട്ടേക്കുന്നത്. ഈ കുഞ്ഞേച്ചി മേക്കപ്പ് ചെയ്തിട്ട് കൈ കൊടുത്തിട്ട് ഇട്ടേക്കുന്ന ടിഷ്യൂ അത്. വേണ്ട. ഈ ചിക്കു ചുമ വന്നു. ഓടിക്കല്ലേടാ അതല്ലേ? അവൾക്ക് ഷൂ ആണ് ഇച്ചിരി വലിയതും കൂടിയാ. ഇച്ചിരി വലിയതാണേ. ഓർക്കുന്നില്ല. പോയിരിക്കുന്നേ. വേണ്ട, ഊരുണ്ടാവും. ഒരുപാട് നേരം എടുത്തല്ലേ അവൾ ഇട്ടത്. അത് ഞാൻ അവിടെ ഇരിക്കട്ടെ. എന്നാ പറഞ്ഞാലും ചിന്താവാം.